الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ നാം ഇതുവരെ പറഞ്ഞു വന്ന കിതാബിൻ്റെ ഒരു രീതി നമുക്കറിയാം. ഒരു ചോദ്യം, ഒരാളകപ്പെട്ട തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചോദ്യം ചോദിച്ചു. അതിന് പാപങ്ങളുടെ അനന്തരഫലം, അതിലുള്ള പരിഹാരമായിട്ട് ആദ്യം ഖുർആനും ദുആവും എല്ലാം പറഞ്ഞു. എന്നിട്ട് തിന്മയിൽ മുഴുകിയാനുള്ള അനന്തരഫലങ്ങൾ, അതിന് ദീനിലുള്ള ഹദ്, ഈ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ ഓരോന്നിൻ്റെയും അപകടം വ്യക്തമാക്കി. എന്നിട്ട് ദീനിന്റെ അടിസ്ഥാനം അത് അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ്. അത് പല രീതിയിലൂടെ, പല വീക്ഷണങ്ങളിലൂടെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അതിന്റെ ദലീലുകൾ വെച്ച് അതിനെ വിശദീകരിച്ചു. അതിനുശേഷം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അവസാനിപ്പിക്കുകയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമായിക്കൊണ്ട്, മറുപടി ആയിക്കൊണ്ട്. ആ ചോദ്യം ചോദിച്ച ആൾക്ക് ബാധിക്കപ്പെട്ടിട്ടുള്ളത് ഇഷ്ഖ് എന്ന ഒരു ഫിത്നയാണ്, ഒരു ബലാഅാണ്. ഇഷ്ഖ് സുവർ എന്ന് പറയും. അപ്പൊ ഖുർആനിൽ രണ്ട് സ്ഥലത്താണ് ഇഷ്ഖ് സുവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, ഒരു പുരുഷന് സ്ത്രീകളോട് തോന്നുന്ന ഇഷ്ഖ്. രണ്ട്, പുരുഷനോട് തോന്നുന്ന ലിവാത്ത് പോലെയുള്ള ഈ രണ്ട് കാര്യങ്ങളാണ് ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഹാദാ ദാഉൻ അഅയൽ അതിബ്ബാഅ ദവാഅഹു. ഈ രോഗം, ഇഷ്ഖ് എന്നുള്ള രോഗം, വൈദ്യന്മാർ അതിന്റെ മരുന്നിന്റെ കണ്ടുപിടിക്കുന്നതിൽ, അതിന് പരിഹാരം കണ്ടെത്തുന്നതിൽ അങ്ങേയറ്റം നഷ്ടം തിരിഞ്ഞു പോകുന്ന ഒരു രോഗമാണ്. അയ്യ എന്നുള്ള അറബി വാക്കിന് മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഒരു അർത്ഥം അതാണ്, നഷ്ടം തിരിയാണ്. അതിന് വിശദീകരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പ്രാവ് ഒരു ചെരിഞ്ഞ പ്രദേശത്ത് മുട്ടയിട്ടിട്ട് ആ മുട്ട ഇങ്ങനെ അതിന്റെ അകത്ത് കറങ്ങി നടക്കുമ്പോൾ ഈ പ്രാവിന് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഉണ്ടാകുന്ന അവസ്ഥയിലാണ് അയ്യ എന്നൊക്കെ പറയാം. അപ്പൊ അതുപോലെ ഇതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരു രോഗമാണ്. ഈ രോഗം ബാധിച്ചവരിൽ നിന്ന് അവർക്ക് ശിഫ ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് വളരെ മാരകമായിട്ടുള്ള രോഗമാണ്. വസുമ്മുൽ ഖിറ്റാൽ, ഒരാളെ നശിപ്പിക്കുന്ന വിഷം ശരീരത്തിലേക്ക് കയറുന്നത് പോലെയുള്ളതാണ്. മഅല്ലഖ ബിഖൽബിൻ ഇല്ലാ വഅസ്സ അലൽ വറാ ഇസ്തിൻഖാദുഹു മിൻ ഇസാരിഹി വലസ്തഅലത് നാറുഹു ഫി മുഹ്ജതിഹി ഇല്ലാ വസഅബ അലൽ ഖൽഖി തഖ്ലീസുഹാ മിൻ നാരിഹി. അതെങ്ങാനും കൽബിൽ കയറി കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതും, അതിന്റെ തീ ആളിക്കെത്തിക്കഴിഞ്ഞാൽ അത് കെടുത്തുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഇഷ്ഖിന്റെ അതിനെപ്പറ്റി ഒന്ന് പറയാൻ, അതിന്റെ ഇനങ്ങളും അതിന്റെ അപകടവും എല്ലാം പറയാം. വഹുവ അഖ്സാമുൻ, ഇഷ്ഖ് വ്യത്യസ്ത അവസ്ഥകളിൽ ഉണ്ടാവും. ഫഇന്നഹു താറതൻ യകൂനു കുഫ്റൻ, ചിലപ്പോൾ അത് കുഫ്റായിട്ട് മാറും. ഇഷ്ഖ് എന്നുള്ളത് കുഫ്റായിട്ട് മാറും. കമൻ ഇത്തഖദ മഅശൂഖഹു നിദ്ദൻ, എപ്പോൾ അവൻ ഏതിനോടാണോ ഇഷ്ഖ് തോന്നിയിട്ടുള്ളത്, ഇഷ്ഖ് സൂർ വന്നിട്ടുള്ളത്, അതിനെ ഒരു പകരക്കാരനായി, അള്ളാഹുവിന് പകരക്കാരനായി സ്ഥാപിക്കുമ്പോൾ, യുഹിബ്ബുഹു കമാ യുഹിബ്ബുല്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവൻ അതിനെ സ്നേഹിക്കും. فكيف إذا كانت محبته أعظم من محبة الله في قلبي, എന്തായിരിക്കും അവസ്ഥ? അള്ളാഹുവിനോടുള്ള ഹുബ്ബിനേക്കാൾ അധികമായിട്ട് വേറൊരു സൃഷ്ടിയോട് ഹുബ്ബ് വന്നാൽ, فهذا عشق لا يغفر لصاحبه, ഈ ഇഷ്ക് അല്ലാഹു തആല അടിമക്ക് പുറത്തു കൊടുക്കില്ല. فإنه من أعظم الشرك, അത് ഏറ്റവും വലിയ ശിർക്കായിട്ട് മാറുന്നതാണ്. والله لا يغفر أن يشرك به وإنما يغفر بالتوبة الماحية ما دون ذلك. അള്ളാഹു ശിർക്ക് ഒരിക്കലും പൊറുക്കില്ല, ബാക്കിയുള്ളതൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അഥവാ കഴിഞ്ഞ ഹുബിന്റെ വിശദീകരണം അതിനാണ് പറഞ്ഞത്. കാരണം അള്ളാഹുവിനുള്ള ഹുബ്ബാണ് തൗഹീദിന്റെ അടിസ്ഥാനം. പറഞ്ഞാൽ അതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്കോ
മറ്റൊന്നിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ശിർക്കാണ്. അത് അല്ലാഹു ഒരിക്കലും പൊറുക്കില്ല. വഅലാമത്തു ഹാദൽ ഇശ്കി ശിർകി കുഫ്രി, ശിർക്കും കുഫ്റുമായിട്ടുള്ള ഈ ഇശ്കിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അയ്യുഖദ്ദിമൽ ആശിഖു റിളാ മഅശൂഖിഹി അലാ റിളാ റബ്ബിഹി. ഇഷ്ക് ബാധിച്ചവൻ ആരോടാണോ ഇഷ്ക് ബാധിച്ചിട്ടുള്ളത്, ആഷിഖ് മഅശൂഖ് ഒന്ന് ഫായിലാണ് മഫ്ഊലാണ്. ആഷിഖ് പറഞ്ഞാൽ ഇഷ്ക് ബാധിച്ചവൻ, മഅശൂഖ് ആരോടാണോ ബാധിക്കപ്പെട്ടിട്ടുള്ളത് അവൻ. സ്ത്രീ ആണെങ്കിൽ സ്ത്രീ, അല്ലെങ്കിൽ വിവാഹത്താണെങ്കിൽ അങ്ങനെ. ഇനി ആ പദമാണ് ഉപയോഗിക്കുന്നത്, അർത്ഥം മനസ്സിലാക്കുക. അപ്പൊ മഅശൂഖിന്റെ തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തിയേക്കാൾ പരിഗണന കൊടുക്കുക. അപ്പൊ അള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അതിനേക്കാൾ അവൻ പരിഗണിക്കുന്നത് അവന് ഇഷ്ക് ബാധിച്ചിട്ടുള്ള അവന്റെ മഅശൂഖായിട്ടുള്ള ആളുടെ തൃപ്തിയായിരിക്കും. വഇദാ തആറദ ഇൻദഹു ഹഖ്ഖു മഅശൂഖിഹി വഹബ്ബുഹു വഹഖ്ഖു റബ്ബിഹി വതാഅതുഹു ഖദ്ദമ ഹഖ്ഖ മഅശൂഖിഹി അലാ ഹഖ്ഖി റബ്ബിഹി വആതറ റിളാഹു അലാ റിളാഹ്. അവന്റെ മുമ്പിൽ ഒരു തെരഞ്ഞെടുക്കേണ്ട അവസ്ഥ വരികയാണ്. അള്ളാഹിനോട് വീട്ടേണ്ട ഒരു ഹക്കുണ്ട്, അള്ളാഹിനോടുള്ള ബാധ്യത ഉണ്ട്. എന്നാൽ അവന്റെ മഅശൂഖിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, മഅശൂഖിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ അള്ളാഹിനോട് വേണ്ടി ചെയ്യേണ്ട കാര്യത്തിനേക്കാൾ അവന്റെ മഅശൂഖ്, അവന് ഇഷ്ടപ്പെട്ടിട്ടുള്ള, അവന് ഇഷ്ക് ബാധിക്കപ്പെട്ടിട്ടുള്ള ആളുടെ ഹക്കിനോടും അതിനോട് പ്രാധാന്യം കൊടുക്കുക. അവന് കഴിയുന്ന പോലെയൊക്കെ ആ മഅശൂഖിന് വേണ്ടി ആ കാര്യങ്ങൾ ചെയ്യും. ഇനി അള്ളാഹ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തന്നെ രണ്ടാം സ്ഥാനത്തിലേ കൊടുക്കുള്ളൂ, ഒന്നാമത് അവന്റെ മഅശൂഖിനായിരിക്കും. അവൻ ഏറ്റവും അധികം പരിശ്രമിക്കുന്നത് അവന് മഅശൂഖായിട്ടുള്ള ആളെ അനുസരിക്കാനും അതിനോട് അടുക്കാനും ഒക്കെ ആയിരിക്കും. ഇനി അള്ളാഹുവിന് എന്തെങ്കിലും പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരെ മഅശൂഖ് കഴിഞ്ഞിട്ട് ഒരു ഫളലത്തായിട്ട് ബാക്കിയുള്ളതാണ് അള്ളാഹുവിന് വേണ്ടി കൊടുക്കുക. فتأمل حال أكثر عشاق الصور تجدها مطابقة لذلك. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇഷ്ക് ബാധിക്കപ്പെട്ട ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും അധികം ആളുകളെ അവസ്ഥയിലായിരിക്കും. അധികം ആളുകളും അവന്റെ മഅശൂഖിന് അള്ളാഹുവിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥയിലായിരിക്കും. ثم ضعالهم في كفة وتوحيدهم وإيمانهم في كفة. എന്നിട്ട് അവന്റെ അവസ്ഥയും തൗഹീദിനെയും ഈമാനിനെയും രണ്ട് ത്രാസിലായിട്ട് വെച്ച് നോക്കുക. ثم زن وزنا يرضى الله به ورسوله يسابق العدل. എന്നിട്ട് ഈ രണ്ടും കൂടി വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ അത് സമാവോ, അതിനോട് യോജിക്കുന്ന അവസ്ഥ ഉണ്ടാവോ? ഇല്ല, ഒന്ന് ഭയങ്കര അപകടം പിടിച്ച കാര്യമായിരിക്കും. എന്നിട്ട് പറയാം وربما صرح العاشق منهم بأن وصل معشوقه أحب إليه من توحيد ربه. ചില സമയങ്ങളിലൊക്കെ അവന്റെ മഅശൂഖിനെ കിട്ടുക, അവന് ഇഷ്ക് ബാധിക്കപ്പെട്ടിട്ടെന്നാണ് അതിനെ ലഭിക്കുക എന്നുള്ളത് അള്ളാഹിനോടുള്ള തൗഹീദിനേക്കാൾ അവന് ഇഷ്ടമുള്ള കാര്യമായിരിക്കും. وكما صرح الخبيث الآخر أن وصل معشوقه أشهى إليه من رحمة ربه له. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം ലഭിക്കുന്നതിനേക്കാൾ അവൻ ആഗ്രഹിക്കുന്നത് അവന്റെ മഅശൂഖിനെ കാണാനും ആ മഅശൂഖുമായിട്ട് ഒരു ബന്ധമുണ്ടാകാനുമായിരിക്കും. ولا ريب أن هذا العشق من أعظم الشرك. ഒരു സംശയമില്ല, ഈ ഇഷ്ക് എന്നുള്ളത് അത് ഏറ്റവും ഗൗരവമേറ്റ ശിർക്കാണ്. وكثير من العشاق يصرح بأنه لم يبق في قلبه موضع لغير معشوقه البتة. അധിക ആളുകളും ഇതുപോലെ ഇഷ്ക് ബാധിച്ചിട്ടുള്ള അധിക ആളുകൾക്കും അവരുടെ കൽബിൽ മഅശൂഖിനല്ലാതെ, ആരോടാണോ അവർക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത് അതിനല്ലാതെ വേറൊരാൾക്കൊരു സ്ഥലം ഉണ്ടാവില്ല. بل قد ملك معشوقه عليه قلبه كله فصار عبدا محضا من كل وجه لمعشوقه. അവന്റെ കൽബ് മുഴുവൻ നിറഞ്ഞിട്ടുണ്ടാവുക അവന് മഅശൂഖായിട്ടുള്ള ആളായിരിക്കും, വേറൊരാൾക്കൊരു സ്ഥാനം പോലും കൊടുക്കില്ല. فقد رضي هذا من عبودية الخالق جل جلاله بعبودية مخلوق مثله. അവൻ ശരിക്കും ചെയ്തിട്ടുള്ളത് അള്ളാഹ് ഖാലിഖായ അള്ളാഹുവിനോടുള്ള ഉബൂദിയത്തിന് പകരം മഖ്ലൂഖായിട്ട് അവനെ പോലെയുള്ള ഒരു മഖ്ലൂഖിനോട് അവൻ ഉബൂദിയത്ത് കാണിക്കുന്ന അവസ്ഥയാണ്. ഫൈനൽ ഉബൂദിയത ഹിയ കമാലുൽ ഹബ്ബ് വൽ ഖുദൂ. ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഇഷ്ടവും ആ താഴ്മയുമാണ്. وهذا قد استفرغ قوة حبه وخضوعه وذله لمعشوقه فقد أعطاه حقيقة العبودية. യഥാർത്ഥത്തിൽ ഇഷ്ക് ബാധിച്ചവൻ അവന്റെ പൂർണ്ണമായ ഇഷ്ടവും താഴ്മയും അവന്റെ ആ എല്ലാം അവൻ മഅശൂഖായിട്ടുള്ള ആളുടെ മുമ്പിലാണ് കാണിക്കുക. അവൻ ഉബൂദിയത്ത് അയാളിലേക്ക് വെക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഭയങ്കര അപകടം പിടിച്ച രോഗമാണ് അത്, അപകടം പിടിച്ച രോഗമാണ്. അതിന്റെ അനന്തരഫലങ്ങൾ എങ്ങോട്ടെല്ലാം വെച്ചും പറയാൻ പറ്റൂല.
ഇഷ്ക് ബാധിച്ചു കഴിഞ്ഞാൽ അത് ഏതെല്ലാം തിന്മയിലേക്ക് എത്താൻ പറയാൻ പറ്റൂല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇഷ്ക് ബാധിച്ച ആള് വ്യഭിചാരത്തിലേക്ക് എത്താൻ 100% സാധ്യത, കൊലപാതകത്തിലേക്ക്, ആത്മഹത്യയിലേക്ക്, സിഹറിലേക്ക്, കുടുംബബന്ധം മുറിക്കുന്നതിലേക്ക്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിലേക്ക്, അങ്ങനെ തുടങ്ങി സ്വന്തം മക്കളെ കൊല്ലുന്നതിലേക്ക്, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം തരത്തിലേക്ക്, ലഹരിക്ക് അടിമപ്പെടുന്നതിലേക്ക്, അങ്ങനെ ഏതെല്ലാം തരത്തിലാണോ അത് വ്യാപിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് കാലത്ത് ഒരുപാട് ആളുകൾ, ഇപ്പോൾ ഒന്ന് നമുക്കറിയാം, പിന്നെ അത്രയും സൗകര്യം കൂടുതലാണ്. പിന്നെ മിക്സഡ് എഡ്യൂക്കേഷനിൽ പഠിച്ചു വരുന്ന മുസ്ലിങ്ങളാവട്ടെ അല്ലാത്തൊരു മനുഷ്യനായാൽ, പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്ത് പറയുമ്പോൾ അത് ആ ഒരു അവസ്ഥയിൽ പഠിച്ചു വരുമ്പോൾ ഇത് ബാധിക്കുന്നതിന് സാധ്യത കൂടുതലാണ്. പിന്നെ സിനിമ, സംഗീതം, ഇതെല്ലാം ഇഷ്കിനെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരാൾ കുറെ സിനിമയും സംഗീതം കേട്ടാൽ തന്നെ അവന് ഭയങ്കരമായിട്ട് അവന്റെ ഉള്ളിൽ ഇഷ്കിനോടുള്ള താല്പര്യം കൂടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവൻ കാണുന്ന കാഴ്ചകൾ, അതിനുള്ള സൗകര്യങ്ങൾ, ഇന്ന് കാലത്ത് ഒരു ബന്ധം നിലനിർത്താനുള്ള സൗകര്യങ്ങൾ, ഇതുകൊണ്ടൊക്കെ അപകടം പറ്റുന്നത് അവന് തൗഹീദ നഷ്ടപ്പെടുന്നത്. നമ്മളിതാണ് അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അവനുണ്ടാവില്ല. അള്ളാഹുവിനോടുള്ള ഹുബിനേക്കാൾ അവന് മറ്റൊന്നായിരിക്കും. അള്ളാഹ് നഷ്ടപ്പെടുന്നതിനേക്കാൾ അവന് വേദന മറ്റൊന്ന് നഷ്ടപ്പെടുന്നതിനേക്കാൾ അതവന് സഹിക്കാവുന്നതിലപ്പുറമായിരിക്കും. അതുകൊണ്ടാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. തന്റെ ഒരു മഅശൂക്ക് നഷ്ടപ്പെടുമ്പോൾ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് എന്താ? കാരണം അവന് ഇഷ്ക് ബാധിക്കപ്പെട്ടുള്ള ആളില്ലാതെ ജീവിക്കാൻ പറ്റൂല. ശരിക്കും ഒരു മുസ്ലിം എങ്ങനെ ഉണ്ടാവേണ്ടത്? അള്ളാഹുമായിട്ട് അങ്ങനെ ഉണ്ടാവേണ്ടത്. അല്ലാതെ അവൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ ജീവിക്കേണ്ടത്. എന്താണ്? അല്ലാതാണ് അവസ്ഥ ഉണ്ടോ? ഇല്ല, അള്ളാഹ് ഹയ്യാണ്. ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇത് ബാധിച്ചാൽ ഈ അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിനേക്കാൾ നല്ല വ്യഭിചാരം എന്ന് പറഞ്ഞത്. വ്യഭിചാരം മോശമായിട്ടല്ല, ഇഷ്കിനേക്കാൾ ഭേദം വ്യഭിചാരമാണ്. പറയാ നിസ്ബത ബൈന മഫ്സദതി ഹാദൽ അംരിൽ അദീം വമഫ്സദത്തിൽ ഫാഹിഷ. ഈ ഒരു ഇഷ്കിന്റെ അപകടം വെച്ച് നോക്കിയിട്ട് വ്യഭിചാരത്തിന്റെ അപകടം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പോലെയാണ്. കാരണം വ്യഭിചാരത്തിനേക്കാൾ അപകടമാണ്. വ്യഭിചാരം വലിയ പാപമാണ്, തെറ്റാണ്, ഗൗരവമാണ്. പക്ഷേ കാരണം ഇഷ്കിന്റെ അപകടം അത് ശിർക്കാണ്. ഷിർക്കിനോടൊപ്പം വേറെ ഒന്നും തിന്മക്കും സാധനം ഉണ്ടാവില്ല. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇത് മനസ്സിലാക്കിയ ഉൾക്കാഴ്ചയുള്ള ചില ഷെയ്ഖുമാർ പറഞ്ഞിട്ടുണ്ട്, لأن أبتلى بالفاحشة مع تلك الصورة أحب إلي من أن أبتلى فيها بعشق يتعبد لها قلبي ويشغله عن الله. അവന് ഇഷ്ക് തോന്നിയിട്ടുള്ള ഒരു പെണ്ണിനോടുമായിട്ട് വ്യഭിചരിക്കാനുള്ള അവസരം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതാണ് അവളെ ഇബാദത്ത് ചെയ്യുന്ന ഇഷ്ക് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതിനേക്കാൾ നന്നായിട്ടുള്ള അവസ്ഥ എനിക്കിഷ്ടമുള്ളത്. അതായത് നമുക്ക് ഒരു പെണ്ണിനോട് ഇഷ്ക് തോന്നുകയാണ്, ആ പെണ്ണിനോട് ഒരു വ്യഭിചരിക്കേണ്ട ഒരു സാഹചര്യം വന്നു, ഒരു വ്യഭിചാരം കഴിഞ്ഞിട്ട് കാര്യം കഴിഞ്ഞു, അങ്ങനെ പരീക്ഷിക്കപ്പെടുന്നതാണ് ആ പെണ്ണിനെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിൽ ഇഷ്ക് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നതിനേക്കാൾ ഉത്തമം. ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. കാരണം അതിന്റെ അപകടം ബോധ്യപ്പെട്ട ആളുകളാണ് അത് പറയുള്ളൂ. കാരണം അള്ളാഹുവിനെ തെറ്റിച്ചു കളയും, അള്ളാഹുവിൽ നിന്ന് കൽബിനെ തെറ്റിച്ചു കളയും. അത് വലിയൊരു അപകടമാണ്. അതിനു വേണ്ടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് നമുക്ക് അള്ളാഹു എത്ര ആവശ്യമുള്ളവനാണ് എന്നും അള്ളാഹുവിനോടുള്ള ഇഷ്ടം എത്ര ആവശ്യമാണ് എന്നും അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മൾക്ക് ലഭിക്കേണ്ടത് എത്ര ആവശ്യമാണ് എന്നും മുൻപ് വിശദീകരിച്ചത്. എന്നിട്ട് പറയാണ്, ودواء هذا الداء القتال أن يعرف أن ما ابتلي به من هذا الداء المضاد للتوحيد. ഇനി ഇത് ബാധിച്ച ആളുകൾ, ഇത് ബാധിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ബാധിച്ച എല്ലാവരും പച്ച ആളുകളൊന്നും ആവൂല. നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അതായത് നല്ല അഖീദയുള്ള, നല്ല മൻഹജുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ബാക്കി എല്ലാ മേഖലയിലും പരിശ്രമിക്കുന്ന, ആ നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാവും, സ്വതക്കകൾ ഉണ്ടാവും, രാത്രി നിസ്കാരം ഉണ്ടാവും, ബാക്കി എല്ലാ കാര്യങ്ങളും ഇൽമ് നേടുന്നുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ എന്നിട്ടും ഇഷ്കിൽ അകപ്പെട്ടു പോകുന്ന, പരീക്ഷിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരും ഇത് ഇഷ്ക് ബാധിച്ചു എന്നുകൊണ്ട് എല്ലാവരും വഴിവെച്ചവരാണെന്ന് ധാരണ നിങ്ങൾക്ക് ഉണ്ടാവരുത്. കാരണം അത് ഒരു ഫിത്രത്താണ്. നമ്മൾ പറഞ്ഞല്ലോ, ഫിത്രത്തായി ഉണ്ടാവുന്നതാണ്. എത്രത്തോളം ഒരുത്തൻ അതിന്റെ തുടക്കത്തിൽ പിടിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അതിലേക്ക് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ അറ്റമില്ലാത്തൊരു കുഴിയിലേക്ക് ഇറങ്ങണ പോലെ ഉണ്ടാവുക. ഇപ്പൊ ഒരു കുഴിയുണ്ട്, ആ കുഴിയിൽ എത്ര ആഴുണ്ട് നമുക്ക് അറിയില്ല. അപ്പൊ നോക്കട്ടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നോക്കുമോ, പിന്നെ ഒന്നുകൂടി നോക്കിയോ, എത്ര ആളുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? തിരിച്ച് കയറാൻ പറ്റൂല. ആ താഴ്ത്ത് പോയിട്ട് ശ്വാസം കിട്ടാതെ അവിടെ കിടന്ന് നശിക്കുകയും ചെയ്യും. അതുപോലെയാണിത്. തിരിച്ച് കയറാനും പറ്റൂല, അതിൽ മുങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോ ഇത് ബാധിച്ച ഒരാള്, ഇത് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാള്, അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അഥവാ അള്ളാഹുവിലേക്ക് മടങ്ങണം. അപ്പൊ ചോദ്യകർത്താവിനെ വെച്ചിട്ടാ പറയുന്നത്. ചോദ്യകർത്താവ് പറഞ്ഞ എന്താ? എനിക്കറിയാം
ഇതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയാൽ എന്റെ ദീനും ദുനിയാവും നശിക്കുന്ന എനിക്കറിയാം. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. നിങ്ങളൊരു വഴി പറഞ്ഞിട്ട് മറുപടി ചോദിക്കുന്നത്. അപ്പൊ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരോടത്താണ് നമ്മൾ ഈ മറുപടി പറയുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് ഇത് അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് പറയാണ്, ഈ മാരകമായിട്ടുള്ള ഈ രോഗത്തിനുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ അവൻ ആദ്യം മനസ്സിലാക്കേണ്ടത് അൽ മുവാദുലി തൗഹീദ്, തൗഹീദിനെതിരാണ്. തൗഹീദിന് എതിരായിട്ടുള്ള കാര്യമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഹബ്ബാണ്. അതുപോലെ മറ്റൊന്നിനോട് നമുക്ക് തോന്നിപ്പോയാൽ അത് തൗഹീദിനെതിരാണ്. വഇന്നമാ ഹുവ മിൻ ജഹ്ലിഹി വഖഫ്ലതി ഖൽബിഹി അനില്ലാഹ്. ഇതൊരാൾക്ക് ബാധിക്കുന്നത് അവന്റെ അറിവ് കേടുകൊണ്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള ഗഫ്ലത്ത് കൊണ്ടാണ്. അവന്റെ കൽബിൽ ഗഫ്ലത്ത് വന്നിട്ടാണ്. فعليه أن يعرف توحيد ربه وسنته وآياته أولا. അവൻ ഒന്നാമത് ചെയ്യേണ്ടത് അവന്റെ റബ്ബിനോടുള്ള തൗഹീദ് പഠിക്കലാണ്. ആ റബ്ബിന്റെ സുന്നത്തുകൾ, റബ്ബിന്റെ രീതികൾ, ആ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ, ഇതിനെക്കുറിച്ച് പഠിക്കലാണ് ഒന്നാമത് അവൻ ചെയ്യേണ്ടത്. തൗഹീദിനെ കുറിച്ച് പഠിക്കണം. അതുകൊണ്ടാണ് തൗഹീദ് എന്തിനേക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഏത് മാരകമായ രോഗത്തിനേക്കാളും അതിന് പരിഹാരമായിട്ടുള്ള തൗഹീദാണ്. തൗഹീദ് പഠിക്കലാണ്. ثم يأتي من العبادات الظاهرة والباطنة بما يشغل قلبه عن دوام الفكرة فيه. ഇനി ചെയ്യേണ്ടത് അവൻ ആ തൗഹീദ് പഠിക്കുന്നതിനോടൊപ്പം വാഹിറും ബാത്തിനുമായിട്ടുള്ള ഇബാദത്തുകളിൽ മുഴുകണം. എന്തിനാണ് മുഴുകുന്നത്? അവന്റെ കൽബിനെ ഈ ഒരു ഇഷ്കിന്റെ ചിന്തയിൽ നിന്ന് മാറ്റാൻ വേണ്ടി. ഇഷ്ക് ബാധിച്ച ഒരാൾക്ക് എപ്പോഴും അവന്റെ മഅ്ശൂഖിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. അത് വിട്ടിട്ട് അവന്റെ മനസ്സ് ഒഴിവായി കിട്ടൂല. അപ്പോ ആ കാര്യം ചിന്ത ഒഴിവാക്കാൻ വേണ്ടി ബാത്തിനും വാഹിറുമായിട്ടുള്ള ഇബാദത്തുകൾ മുഴുകണം. അത് തെറ്റിക്കാൻ വേണ്ടി അള്ളാഹുലേക്ക് അധികമായി അഭയം തേടിക്കൊണ്ടു പോകുന്ന അവസ്ഥയുണ്ടാവണം. അള്ളാഹുവിന്റെ കൽബ് കൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങണം. അള്ളാഹുവിനോടുള്ള ഇഖ്ലാസിനേക്കാൾ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മരുന്നുമില്ല ഏത് തിന്മയിൽ നമ്മൾ അകപ്പെടുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇഖ്ലാസിനോളം ഒരു മരുന്നില്ല. അള്ളാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ആ അവസരം നമ്മൾ ഇന്നലെ പറഞ്ഞു. ആ അവസരത്തിൽ നിന്ന് സാഹചര്യത്തിന് തെറ്റിക്കാനുള്ള കാരണം അള്ളാഹു പറയാണ്, കദാലിക ലിനസ്ലിഫ അൻഹു സൂ. അതുപോലെയാണ് യൂസുഫിന്റെ നിന്ന് ആ തിന്മ നമ്മൾ തെറ്റിച്ചു കളഞ്ഞത്. വൽ ഫഹ്ശ നമ്മൾ അയച്ചതാ. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. അതിന്റെ കാരണം എന്താ? യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇഖ്ലാസ് ഉള്ളവനായിരുന്നു. അപ്പൊ ഒരു തിന്മയിലേക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഖ്ലാസിൽ പാളിച്ചുണ്ട് എന്നാണ് അർത്ഥം. തൗഹീദ് നേരെയാക്കുമ്പോൾ, ഇഖ്ലാസ് നേരെയാക്കുമ്പോൾ തിന്മകളിൽ നമുക്കൊരു സംരക്ഷണം ലഭിക്കും. فأخبر سبحانه أنه صرف عنه سوء. അല്ലാഹു തആല അറിയിച്ചു ആ ഇഖ്ലാസ് കൊണ്ടാണ് അത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയത് എന്നുള്ളത്. അപ്പോൾ ഒരാളുടെ ഖൽബിൽ ഇഖ്ലാസ് നിറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ അവന്റെ ജീവിതത്തെ മാറ്റിയാൽ ഇതുപോലുള്ള കാര്യത്തിൽ അവന് രക്ഷപ്പെടാൻ സാധിക്കും. എന്നിട്ട് പറയാണ്, വലിയഅലമിൽ ആഖിൽ. ബുദ്ധിയുള്ള ഒരുത്തൻ മനസ്സിലാക്കണം, أن العقل والشرع يوجبان تحصيل المصالح وتكميلها وإعدام المفاسد وتقليلها. ശറഅ് എന്നുള്ളത് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മസ്ലഹത്തുകൾ, നന്മയായിട്ടുള്ള കാര്യങ്ങൾ അത് ഉണ്ടാവുകയും അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണത, അതിൽ എത്രയാണോ നന്മ ഉണ്ടാക്കാൻ പറ്റുക അത് നേടുകയും ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഫ്സദത്തുകൾ അതില്ലാതാക്കണമെന്നും അത് എത്രയാണോ കുറക്കാൻ പറ്റുക അതും പരിഗണിക്കണം എന്നതാണ്. അപ്പൊ ദീനിന്റെ ഏത് നിയമം നോക്കിയാലും ഒരു മസ്ലഹത്ത് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മസ്ലഹത്തിലേക്ക് നയിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു മഫ്സദത്ത് ഇല്ലാതാക്കുന്നതോ മഫ്സദത്ത് കുറക്കുന്നതോ ആയിട്ടുള്ള കാര്യമായിരിക്കും. وإذا عرض للعاقل أمر يرى فيه مصلحة ومفسدة وجب عليه أمران. ഇനിയൊരു ബുദ്ധിയുള്ളവന്റെ കാര്യത്തിന് മുമ്പിൽ ഒരു മസ്ലഹത്തും മഫ്സദത്തുമായിട്ടൊരു കാര്യം വന്നു. അങ്ങനെ വന്ന രണ്ട് കാര്യം ശ്രദ്ധിക്കണം. അംറുൻ ഇൽമിയുൻ അംറുൻ അമലിയുൻ. ഒന്ന് ഇൽമിയായിട്ടുള്ള ഒരു വീക്ഷണം അവന് വേണം, ആ കാര്യത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് അവന് വേണം. രണ്ട്, അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു ബോധം വേണം. ഈ രണ്ട് കാര്യങ്ങൾ വേണം. ഒരു മഫ്സദത്തും വന്നു കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കാനുള്ള ഇൽമു വേണം. രണ്ട്, അത് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് അറിയണം. ഫൽ ഇൽമിയു, ഈ ഇൽമി എന്ന് പറഞ്ഞാൽ മഅരിഫത്തി طلب معرفة الراجح من طرفي المصلحة والمفسدة فإذا تبين له الرجحان وجب عليه إيثار لأصلح له. അവന് ഇൽമിയായിട്ടുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വന്നു, അതിൽ മഫ്സദത്താണോ കൂടുതൽ മസ്ലഹത്താണോ കൂടുതൽ എന്ന് മനസ്സിലാക്കാൻ പറ്റണം. എന്നിട്ട് അതിൽ റാജിഹായിട്ടുള്ളത് എന്താണെന്ന് പരിഗണിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോ അത് ദീനിന്റെ അസ്ലാണ്. എന്നിട്ട് പറയാണ് വമിനൽ മഅലൂം, അറിയപ്പെട്ട കാര്യമാണ്, അന്നഹു ലൈസ ഫീ ഇശ്ഖി സൂർ മസ്ലഹത്തുൻ ദീനിയത്തുൻ വലാ ദുനിയവിയത്തുൻ. ഇതുപോലെയുള്ള ഇശ്ഖ് കൊണ്ട് ദീനിയായിട്ടോ ദുനിയവിയായിട്ടോ ഒരു മസ്ലഹത്തുമില്ല, ഒരു മസ്ലഹത്തുമില്ലാത്ത കാര്യമാണത്. ബൽ മഫ്സദതുഹു ദീനിയത്തു വദ്ദുനിയവിയ അദ്ആഫു മാ യുഖദ്ദറു ഫീഹി മിനൽ മസ്ലഹ. എന്നാൽ ഒരുത്തന്റെ ദീനിനും ദുനിയാവിനും ഇതുകൊണ്ടുണ്ടാവുന്ന മഫ്സദത്ത്, അത് മസ്ലഹത്ത് എണ്ണിത്തിട്ടപ്പെടുന്നതിനേക്കാൾ, കണക്ക് കൂട്ടാൻ പറ്റാത്തതിനേക്കാൾ അപകടമാണ്. വദാലിക മിൻ വുജൂഹിൻ, പല കാരണങ്ങൾ കൊണ്ടാണത്. അതായത് ഇശ്ഖ് ഒന്നുകൊണ്ട് മഫ്സദത്ത് മാത്രമേ ഉള്ളൂ ദീനിനും ദുനിയാവിനും. പല കാരണങ്ങൾ പറഞ്ഞാൽ ഒന്ന് പറയാണ്. ഒന്നാമത്തെ കാരണം അഹദുഹ അൽ ഇഷ്തിഗാലു ബിഹബ്ബിൽ മഖ്ലൂഖ് വദിക്രിഹി അൻ ഹബ്ബിർ റബ്ബി തആല വദിക്രിഹി. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഉള്ള ഇഷ്ടത്തിനേക്കാളും അല്ലാഹുവിനെ സ്മരിക്കുന്നതിനേക്കാളും മറ്റൊരു സൃഷ്ടിയോടുള്ള ഇഷ്ടവും ആ മറ്റു സൃഷ്ടിയോടുള്ള വിക്റും വർദ്ധിക്കും. ഇത് രണ്ടും കൂടി ഒരു കൽബിൽ നിൽക്കൂല. അള്ളാഹുവിനോടുള്ള ഹുബ്ബും ഒരു സൃഷ്ടിയോടുള്ള ഹുബ്ബും ഒരുമിച്ച് കൽബിൽ നിൽക്കൂല. ഹുബ്ബ് ഉദ്ദേശിച്ചത് അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ വേറൊരു സൃഷ്ടിയെ സ്നേഹിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പേ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. ഒന്ന്, നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ എല്ലാ തിരക്കും വിട്ട് നമ്മുടെ മനസ്സ് ഫ്രീ ആവുമ്പോൾ കൽബിൽ ആരെയാണ് ചിന്തിക്കുന്നത്. രണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഉറക്കത്തിൽ നിന്ന് നമ്മുടെ റൂഹ് തിരിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആരെക്കുറിച്ചാണ് കൂടുതൽ ചിന്ത വരുന്നത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ഞെരുക്ക് അനുഭവിക്കുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിന് നമുക്ക് അതിയായ ഒരു സന്തോഷം ഉണ്ടാവുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ ഒരു ഇഷ്ക് ബാധിച്ച ആളാണെങ്കിൽ അവൻ മഅ്ശൂഖിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഈ സന്ദർഭങ്ങളിൽ അവൻ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിനെയാണെങ്കിൽ ഈ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഓർമ്മ വരിക ആദ്യം അള്ളാഹിനായിരിക്കും. ആദ്യം എന്ന് മാത്രമല്ല, അള്ളാഹിനെ കുറിച്ച് ചിന്തയായിരിക്കും കൂടുതൽ വരിക. എന്നാൽ അള്ളാഹു അല്ലാതെ മറ്റെന്തിനെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ, കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുക. അത് എല്ലാവർക്കും പൊതുവായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇഷ്ക് ബാധിച്ച ഒരുത്തൻ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിനേക്കാൾ അവൻ ഇഷ്ക് ബാധിച്ച മഅ്ശൂഖിനെ ആയിരിക്കും ചിന്തിക്കുക. എന്ത് വലിയ അപകടമാണത്. ഫഹുവ മിൻ അഅ്ളമി അദാബിൽ ഖൽബ്, ഖൽബിന് അനുഭവിക്കുന്ന ഏറ്റവും ഗൗരവമായ ശിക്ഷയാണത്, അള്ളാഹുവിനെ വിട്ടിട്ട് ഒരു സൃഷ്ടിയെ കുറിച്ച് ആലോചിച്ചിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് അദാബു ഖൽബിഹി ബിമഅ്ശൂഖിഹി ഫഇന്ന മൻ അഹബ്ബ ശൈഅൻ ഗൈറ അല്ലാഹ് ഉദ്യബ ബിഹി വലാ ബുദ്. ഇത് ഖൽബിന് ബാധിക്കുന്ന അദാബ് ഇതാണ്. എന്താണ്? അള്ളാഹു അല്ലാത്ത ഒന്നിനെ നമ്മൾ ഇഷ്ടപ്പെട്ടോ അതുകൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടും. ഹറാമായ രീതിയിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെ വേറെ ഒന്നിനെ നമ്മൾ സ്നേഹിച്ചോ അതുകൊണ്ട് നമ്മൾ വേദനിക്കേണ്ടി വരും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. മൂന്നാമത്തേത് അന്നൽ ആശിഖ ഖൽബുഹു അസീറുൻ ഫീ ഖബ്ലതി മഅ്ശൂഖിഹി യസൂമുൽ ഹവാൻ. ഒരു ആശിഖ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവന്റെ ഖൽബ് ഒരു തടവറയിലായ പോലെ ആയിരിക്കും. അവന്റെ മഅ്ശൂഖിന്റെ ബന്ദിയായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും അവൻ ഉണ്ടാവുക. ആ ഇഷ്കിന്റെ ലഹരി ബാധിച്ച് അവൻ ആരോടാണ് ഇഷ്ക് ബാധിച്ചത്, അയാളുടെ അല്ലെങ്കിൽ അവരുടെ ഒരു കെണിയിലകപ്പെട്ട പോലെ ബന്ദിയായിട്ടായിരിക്കും ആഷിഖിന്റെ ഖൽബ് ഉണ്ടാവുക. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ അവന് സാധിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. നാലാമത്തേത് അന്നഹു യശ്തഗിലു ബിഹി അൻ മസാലിഹി ദീനിഹി വദുനിയാ ഫലൈസ ശൈഉൻ അദ്യാ അൽ മസാലിഹി ദീനി വദുനിയാ മിൻ ഇശ്ഖുവർ. ഇഷ്ക് ബാധിച്ച ഒരുത്തന് ദീനിയായിട്ടുള്ളതോ ദുനിയവിയായിട്ടുള്ള മസ്ലഹത്തുകൾ മുന്നേറാൻ പറ്റൂല. അവൻ എന്തെങ്കിലും ഒരു നന്മ ദീനിയായിട്ടാവട്ടെ, ദീനിയായിട്ട് കുറച്ച് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ഇൽമ് നേടണം, അതിനൊന്നും അവന് സാധിക്കൂല. അവന്റെ മനസ്സ് മൊത്തം നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇനി ദുനിയവി ആയിട്ടാണെങ്കിൽ തന്നെ, ദുനിയവിയായിട്ട് തന്നെ എന്തെങ്കിലും ഒരു കച്ചവടമോ ജോലിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ അതിൽ മുന്നോട്ട് വരാൻ അവന് സാധിക്കില്ല. ഇഷ്ക് ബാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചിന്തയിൽ മുഴുകിക്കൊണ്ട് യാതൊരു രീതിയിലും മുന്നോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവനുണ്ടാവുക. എന്നിട്ട് പറയാണ് അമ്മാ മസാലിഹുദ്ദീൻ فإنها منوتة بلم شعث القلب وإقباله على الله وعشق الصور أعظم شيء تشعيثا وتشتيتا له. ദീനിയായിട്ടുള്ള ഏത് നന്മ വേണമെങ്കിലും അള്ളാഹുവിലേക്ക് മുന്നേറണം. പക്ഷേ ഇതുപോലെ ഒരു ഇഷ്ക് സുവർ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിലേക്ക് മുന്നിടാൻ അവന്റെ ഖൽബിനെ കേന്ദ്രീകരിക്കാൻ അവന് സാധിക്കില്ല. വഅമ്മാ മസാലിഹുദ് ദുനിയ ഫഹിയ താബിഅത്തുൻ ഫിൽ ഹഖീഖത്തി ലിമസാലിഹിദ് ദീൻ. ഒരുത്തന്റെ ദുനിയാവ് നന്നാവുക എന്ന് പറഞ്ഞാൽ അവന്റെ ദീന് നന്നാവുന്നതിന്റെ അനന്തരമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. فمن انفرطت عليه مصالح دينه وضاعت عليه فمصالح دنياه أضيع وأضيع. അവന്റെ ദീന് നഷ്ടപ്പെടുന്നെങ്കിലും ദുനിയാവിന്റെ മസ്ലഹത്തുകളും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇത് ഒരു അപകടമാണ്. അഞ്ചാമത്തെ ഒരു അപകടം أن آفات الدنيا والآخرة أسرع إلى أشاق الصور من النار في يابس الحطب. ഒരു ഉണങ്ങിയ വിറകിലേക്ക് തീ പിടിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് ദീനിന്റെയും ദുനിയാവിന്റെയും നഷ്ടങ്ങളും അപകടങ്ങളും
ഇഷ്ഖ് സുവർ ബാധിച്ച ഒരാളുടെ ഖൽബിലേക്ക് ബാധിക്കുക. അവൻ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ വിട്ടുകൊണ്ടേയിരിക്കും. അവന് ഒന്നിനും രക്ഷപ്പെടാൻ പറ്റില്ല. ശൈത്താൻ അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് അതിന്റെ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും അപകടങ്ങളുമായിട്ട് അവന്റെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. അവന് സമാധാനം ഉണ്ടാവില്ല. ആള് കത്തിയായിരിക്കും. ഇഷ്ക് ബാധിച്ചവന്റെ ഖൽബ് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ തീന്റെ നടുവിൽ ഒരു ആടിനെ ചുട്ടെടുക്കണ പോലെ ആയിരിക്കും. അതെപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിനൊരു സമാധാനം കിട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ല. ആറാമത്തേത് പറയാണ് അന്നഹു ഇദാ തമക്കന മിനൽ ഖൽബി വസ്തഹ്കമ വഖവിയ സുൽത്താനുഹു. ഒരുത്തന്റെ ഖൽബിൽ ഈ ഇഷ്ക് അവനെ ഖൽബിനെ കീഴ്പ്പെടുത്തുന്ന രീതിയിൽ വളരെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അഫ്സദ അദ്ദിഹ്ന വഅഹദസൽ വസ്വാസ്. അവന്റെ ബുദ്ധി ഫസാദാവും. പിന്നെ അവന് വസ്വാസുകളായിരിക്കും. ശൈത്താൻ ഓരോ വസ്വാസുകൾ ഇട്ട് കൊടുക്കും. وربما ألحق صاحبه بالمجانين الذي فسدت عقولهم فلا ينتفعون بها. ചിലപ്പോൾ അവനൊരു ഭ്രാന്തനെ പോലെയും ആവും. അവന്റെ ബുദ്ധി കൊണ്ട് യാതൊരു ഉപകാരമില്ലാത്ത അവസ്ഥയിൽ ശൈത്താന്റെ വസ്വാസുകൾക്ക് അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന അവസ്ഥയിലായിരിക്കും അവൻ ഉണ്ടാവുക. അവൻ ഏതെങ്കിലും ജന്തുജീവജാലങ്ങളുടെ പോലെ ബുദ്ധിയില്ലാത്ത ആളായിട്ട് മാറും. നമുക്ക് ധാരാളം കാണാൻ പറ്റും. കാരണം അത് ഒരുത്തന്റെ ബുദ്ധിയെ തിരിച്ചു കളയുന്ന അവസ്ഥയുണ്ടാവും. അവനൊരു ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാനോ ദീനിന്റെ ഒരു കാര്യം പോലെ തന്നെ മാറ്റിക്കളയും. ഇപ്പൊ നമ്മൾ ചില ആളുകൾ പറഞ്ഞേക്കാം, ഇപ്പോ ഇഷ്ക് ബാധിച്ച ആളുകൾ അവരതിന് തെളിവായിട്ട് എടുക്കും. ഖദീജ ബീക്ക് റസൂലുള്ളാഹിനോട് ഇഷ്ക് ഉണ്ടായില്ലേ, റസൂലുള്ളാഹിക്ക് ഖദീജ ബീനോട് ഇഷ്ക് ഉണ്ടായില്ലേ, അപ്പൊ അത് അനുവദനീയല്ലേ? എന്തൊക്കെ ന്യായീകരണം കിട്ടോ അത് ദീനുകൊണ്ടാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടാവട്ടെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ബുദ്ധി പഴിച്ചു. അത് അവന് മനസ്സിലാവൂല, ബാക്കിയുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. ഏഴാമത്തെ കാര്യം അന്നഹു റുബ്ബമ അഫ്സദൽ ഹവാസ ഔ ബഹ. അവന്റെ ഇന്ദ്രിയങ്ങളെ, കണ്ണ്, കാത്, ചിന്ത അതുപോലെയുള്ള ഇന്ദ്രിയജ്ഞാനങ്ങളെ നശിപ്പിച്ചു കളയും. ഇമ്മാ ഇഫ്സാദൻ മഅനവിയൻ ഔ സുവരിയൻ. ഒന്നെങ്കിൽ അർത്ഥം കൊണ്ട് ആശയം കൊണ്ട് അതിനെ നശിപ്പിച്ചു കളയും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തന്നെ അത് നശിപ്പിച്ചു കളയും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കേൾവി, കാഴ്ച, ഇതിന്റെ എല്ലാം ആ നോർമൽ ആയിട്ടുള്ള അവസ്ഥ എത്തിച്ചു കളയും. ഒരു ഹദീസായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ വഈഫാണ്, പക്ഷെ അർത്ഥം കൊണ്ട് ശരിയാണ്. ഹുബ്ബുക ശൈഅ യുഅ്മി വയസും. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോടുള്ള ഇഷ്ടം അന്ധമായി ബാധിച്ചു കളഞ്ഞാൽ അത് നിന്നെ അന്ധനും അതുപോലെ തന്നെ ബധിരനുമാക്കി മാറ്റിക്കളയും. അതായത് ഇഷ്ക് ബാധിച്ച ആളുകൾക്ക് അവന്റെ മഅശൂഖ്, ആ മഅശൂഖിനെ കുറിച്ച് ഒരു ന്യൂനത ഉണ്ടാവില്ല. ഇപ്പൊ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു ചെക്കനോട് ഇഷ്ക് ബാധിച്ചായിരിക്കാം. ആ ചെക്കൻ കള്ളുടിയനാണെങ്കിലും കഞ്ചാവുലിയനാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരുമ ചെയ്യുന്നതാണെങ്കിലും കാണാൻ ഒരു വിരൂപിയാണെങ്കിലും ഈ ഇഷ്ക് ബാധിച്ചു കഴിഞ്ഞാൽ അവനായിരിക്കും ഏറ്റവും സൗന്ദര്യമുള്ളവനും അവനായിരിക്കും ഏറ്റവും നല്ല സൽസ്വഭാവിയും. അത് മാറൂല. അത് കാരണം അങ്ങനെ ബുദ്ധി മാറിപ്പോയി, കണ്ണും കാതും എല്ലാം മാനവിയായിട്ടില്ലാത്ത അവസ്ഥയിൽ മാറും. അതുകൊണ്ടാണ് പറയാറുള്ളത് ഒന്നിനോട് അമിതമായ ഒരു താല്പര്യം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ ന്യൂനതകളെല്ലാം നമ്മൾ കാണൂല. അതിന്റെ ന്യൂനതകൾ നമ്മൾ എന്താവും, നമ്മളിന്ന് മറഞ്ഞു പോകും. അതിന് പിന്നെ ഒരു കുറവ് കാണാൻ നമുക്ക് പറ്റൂല. അതിന് നമുക്ക് അറിയുന്നുണ്ടാവും അതിന്റെ കുറവ് ഇതാണ്, അത് അപകടമെന്നൊക്കെ ബോധ്യം ഉണ്ടാവും. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ള ഒരു കായികയായിട്ട്, ദീന കായികയായിട്ട് പറയാനുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നതല്ലേ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രവേശിച്ച് മുഴുകിപ്പോയവന് ആ കാര്യത്തിന്റെ ന്യൂനത മനസ്സിലാവൂല. എന്നാൽ ആ കാര്യത്തിലേക്ക് പ്രവേശിക്കാത്ത ഒരു ബന്ധമില്ലാത്ത ഒരാൾക്കും അതിന്റെ അപകട ന്യൂനത മനസ്സിലാവില്ല. എന്നിട്ട് പറയാണ് വലാ യറാ ഉയൂബഹു ഇല്ലാ മൻ ദഖല ഫീഹി സുമ്മ ഖറജ മിൻഹു. ആർക്ക് മാത്രമേ ന്യൂനത ശരിക്കും മനസ്സിലാവുള്ളൂ? അതിൽ പ്രവേശിച്ച് അതിൽ നിന്ന് പുറത്തിറങ്ങിയ ആൾക്ക് മനസ്സിലാവും. മദ്യപാനിയുടെ അവസ്ഥയൊക്കെ പറഞ്ഞല്ലോ, എന്ത് തിന്മ അങ്ങനെ. അതിൽ പ്രവേശിച്ച് പുറത്തിറങ്ങിയവനാണ് അതിന്റെ അപകടം എത്ര വലുതാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വലിഹാദ, അതുകൊണ്ടാണ് കാന സ്വഹാബത്തുൽ ലദീന ദഖലൂ ഫിൽ ഇസ്ലാമി ബഅദൽ കുഫ്ർ. അതുകൊണ്ടാണ് കുഫറിന് ശേഷം ഇസ്ലാമിലേക്ക് പ്രവേശിച്ച സ്വഹാബികൾ ഖൈറൻ മിനൽ ലദീന വുലിദൂ ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ ജനിച്ച സ്വഹാബികളെക്കാൾ ഖൈറുള്ളവരായിരുന്നു. കുഫറിലായിക്കൊണ്ട്, ശിർക്കിലും കുഫറിലായിക്കൊണ്ട് തൗബ ചെയ്ത് ഇസ്ലാം സ്വീകരിച്ച് വന്ന സ്വഹാബികൾക്ക്, ആദ്യകാലത്തെ സ്വഹാബികൾക്ക് പിന്നീട് ഇസ്ലാമിൽ ജനിച്ച സ്വഹാബികളെക്കാൾ സ്ഥാനമുണ്ടാവാൻ കാരണം അതാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അറിയപ്പെട്ട ഒരു അസറുണ്ട്, ഇന്നമാ തൻതഖദു ഉറൽ ഇസ്ലാം ഉർവതൻ ഉർവ. ഇസ്ലാമിന്റെ കെട്ടുകൾ ഓരോന്നായിട്ട് അഴിയും. ഇദാ വുലിദ ഫിൽ ഇസ്ലാം മൻ ലം യഅരിഫിൽ ജാഹിലിയ്യ. ഇസ്ലാമിൽ ജനിച്ച ഒരുത്തന് ജാഹിലിയത്ത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എങ്കിൽ ആ ഇസ്ലാമിന്റെ കെട്ടുകൾ ഓരോന്നായിട്ട് അഴിയും. അവന് ഇസ്ലാം മാത്രമേ അറിയുള്ളൂ.
ജാഹിലിയത്തിന്റെ അപകടം എങ്ങനെയാണ് അതിൽ ആളുകൾ പെട്ടുപോകുന്നത്, എങ്ങനെയാണ് അതിൽ വീണു പോകുന്നത്, അതിന്റെ അപകടം എത്ര വലുതാണ്, ഇതിനെക്കുറിച്ചൊന്നും അറിവുണ്ടാവൂല. അങ്ങനെയുള്ള ആളുകൾ ആ ഇസ്ലാമിനെ നന്നാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ കെട്ടുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ശിർക്കും ബിദ്അത്തുകളൊക്കെ പഠിക്കുന്നത്. നമ്മൾ ശിർക്കിന്റെ ഇനങ്ങളും ബിദ്അത്തിന്റെ ഇനങ്ങളും ഇതൊക്കെ പഠിക്കാൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ അല്ല, അതിന്റെ അപകടം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ തിന്മകളെ കുറിച്ച് അതിന്റെ അപകടത്തെ കുറിച്ച് നമ്മൾ വ്യക്തമാക്കുക. ഇപ്പോൾ ഒരാൾ ചോദിക്കുക ഇതൊക്കെ എന്തിനാ പറയേണ്ട ആവശ്യം, ഇതൊക്കെ ഇപ്പോൾ ആളുകൾ അറിയേണ്ട ആവശ്യം എന്താണ്? മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിൽ പെട്ടുപോയിട്ട് പിന്നെ മനസ്സിലാക്കാൻ പറ്റൂല. എന്താണ് ഒന്നിന്റെ അപകടം എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് പറയാണ് നമ്മൾ പറഞ്ഞു ഈ കേൾവിയും കാഴ്ചയൊക്കെ തിരിഞ്ഞു പോകുന്നത് മാനവി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ശരിക്കും തന്നെ അവന്റെ ബാഹ്യത്തിൽ തന്നെ അവന്റെ ഹവാസുകൾ ഇന്ദ്രിയങ്ങൾ തെറ്റിപ്പോകും. അവന്റെ ശരീരം ദുർബലമായി, ശരീരം ക്ഷീണിച്ച് രോഗം ബാധിച്ച അവസ്ഥയിലായിരിക്കും. ഇഷ്ക് എന്ന് പറഞ്ഞാൽ കൽബിന്റെ രോഗമാണെങ്കിലും അത് പിന്നീട് ശരീരത്തിലേക്ക് പടരുന്ന അവസ്ഥ ഉണ്ടാവും. ഒരു അസറിൽ കാണാം ഒരിക്കൽ അറഫയിൽ നിൽക്കുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു യുവാവിനെ കണ്ടു. അവൻ മെലിഞ്ഞൊട്ടി തൊലി എല്ലിനോടൊട്ടിയുള്ള അവസ്ഥയിലാണ്. എന്തോ ഒരു മാറിയ രോഗം വന്ന പോലെ. ഇബ്നു അബ്ബാസ് ചോദിച്ചു മാ ശഅനു ഹാദാ, എന്താ അവന്റെ അവസ്ഥ, അവനെന്താ പറ്റിയത്, ഖാലു, അപ്പൊ ആളുകൾ പറഞ്ഞു ബിഹി അൽ ഇശ്ഖു, അവന് ഇഷ്ക് ബാധിച്ചാണ് പറഞ്ഞു, അവന് ഇഷ്ക് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാണെന്ന് പറഞ്ഞു. فجعل ابن عباس يستعيذ بالله من العشق عامة يومه. അറഫാ ദിവസത്തിൽ ബാക്കിയുള്ള ദിവസമൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇഷ്കിൽ നിന്ന് രക്ഷ തേടുകയായിരുന്നു. അത്ര മാരകമായ രോഗമാണ്. ഒരുത്തന്റെ ബുദ്ധി ഭ്രാന്തനായി പോകും. എത്ര ആൾക്കാർ ഭ്രാന്തായിട്ടുണ്ട്, ഇഷ്ക് ബാധിച്ച് ഭ്രാന്തായ ആളുകൾ എത്ര ഉണ്ട്, ഇഷ്ക് ബാധിച്ച് മാരകമായ രോഗങ്ങൾ ശരീരത്തിന് ബാധിച്ച് എത്ര ആളുകളുണ്ട്. ആ അവസ്ഥയിൽ ഖൽബും നശിക്കും, ശരീരവും നശിക്കും. എട്ടാമത്തെ ഒരു അപകടം പറയാണ് അന്നൽ ഇശ്ക കമാ തഖദ്ദം ഹുവൽ ഇഫ്റാത്ത് ഫിൽ മഹബ്ബ. ഇഷ്ക് എന്ന് പറഞ്ഞാൽ തന്നെ മഹബ്ബത്തിൽ അതിര് കവിയലാണ്. മഹബ്ബത്തിന്റെ ഒരു പരിധി വിട്ട് ഷഹ്വാനിയായിട്ട് അതിര് കവിയലാണ്. ബിഹൈസ് യസ്തഉലി അൽ മഅശൂഖ് അലാ ഖൽബിൽ ആശിഖ്. അത് എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ ആ മഅശൂഖ് ആയിരിക്കും അവന്റെ ഖൽബിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാവുക. ഹത്താ ലാ യഖ്ലു മിൻ തഖയ്യുലിഹി വദിക്രിഹി വൽ ഫിക്രി ഫീഹി. ആ മഅശൂഖിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന്, ആ ഓർമ്മയിൽ നിന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റൂല. ഒരു നിമിഷം അതില്ലാതെ പറ്റൂല, എപ്പോഴും ആ ഓർമ്മയിലായിരിക്കും. ബിഹൈസു ലാ യഗീബു അൻ ഖാതിരിഹി വദഹ്നിഹി, അവന്റെ ചിന്ത അതിൽ നിന്ന് ഒഴിവാകൂല. فعند ذلك تشتغل النفس عن استخدام القوى الحيوانية ونفسانية وتتعتل تلك القوى. അവൻ പിന്നെ മൃഗീയമായ ഒരു അവസ്ഥയിലായിരിക്കും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവുക. അവന് ഈ ചിന്തയിൽ മാത്രം മുഴുകിയിട്ട് ആ ഒരു അവസ്ഥയിൽ ഉണ്ടാവുക. അതിന്റെ അപകടം പിന്നെ അവന്റെ റൂഹിനും അവന്റെ ശരീരത്തിനും മൊത്തത്തിൽ ബാധിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. അവന് പിന്നെ അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇബ്നുൽ ഖയ്യിം പറയാണ് വൽ ഇശ്കു മബാദിഉഹു സഹലത്തുൻ ഹൽവത്തുൻ. ഇഷ്ക് അതിന്റെ തുടക്കം നല്ല എളുപ്പമായിരിക്കും, തുടക്കം നല്ല ആസ്വാദന രുചികരായിരിക്കും. അതിന്റെ ഒരു തുടക്കത്തിൽ ഉണ്ടാവുന്ന വികാരാവസ്ഥയായിരിക്കും. വൗസത്തു, അതൊന്നുകൂടി കൂടിക്കഴിഞ്ഞാൽ ഹമ്മുൻ വശുഗ്ലു ഖൽബിൻ വസഖ്മുൻ, അത് പിന്നെ ടെൻഷനും ബേജാറും കൽബിന് ബാധിക്കുന്ന ഒരു നിരാശയും ആ അവസ്ഥയിലെത്തും. വാഹിറുഹു ആതബുൻ വഖത്ലും, അതിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ആക്ഷേപവും കൊലപാതകവും വരെ നടക്കും. ആ അവസ്ഥയിലേക്ക് എത്തും. എത്ര കാണാം, അങ്ങേയറ്റം ഇഷ്ക് ബാധിച്ച ആളുകൾ പിന്നീട് ഒരാൾ മഅശൂഖിനെ കൊല്ലുന്ന അവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ തിരിച്ചു കൊല്ലുന്ന അവസ്ഥ ഉണ്ടാവും, തിരിച്ച് മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും, ഉപദ്രവിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. പല രീതിയിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. നമ്മുടെ വാർത്തകളിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്. ഇല്ലം തജാറകു ഹിനായത്തു മിനല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ അവസ്ഥയിലാണ് അവൻ പോയി ചെന്ന് ചാടുക. അത്ര വലിയൊരു അപകടത്തിലേക്ക് ഈ ഇഷ്ക് അവനെ എത്തിച്ച് കളയും. അപ്പൊ അത്ര വലിയൊരു അപകടമാണ് ഈ പറയുന്നത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അടുത്ത് പറയാണ് വൽ ആശിഖു ലഹു സലാസതു മഖാമാത്ത്. ഇഷ്ക് ബാധിക്കുന്ന ഒരുത്തൻ 3 മഖാമാത്തുകൾ ഉണ്ടാവുക, 3 അവസ്ഥയിലുണ്ടാവുക. ഒന്നാമത്തേത് മഖാമു ഇബ്തിദാഇഹി, അവന്റെ ആരംഭം, തുടക്കം എന്നുള്ളത്. രണ്ടാമത്തേത് മഖാമു തവസ്സുത്ത്, ഒരു കുറച്ചും കൂടി മുകളിലായിട്ട് ഒരു മധ്യത്തിലുള്ളത്. മൂന്നാമത്തേത് മഖാമു ഇൻതിഹാഇൻ, അതിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയിലെത്തുന്ന അവസ്ഥ. ആദ്യം പറയട്ടെ, ഇഷ്കിനുള്ള ഒരു പരിഹാരം എന്താ അറിയോ, അതിൽ പെടാതിരിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ ഇപ്പൊ നേരത്തെ കുഴിയിൽ ഇറങ്ങുന്ന പോലെ വഴുക്കുന്ന പാറക്കല്ലിൽ നടക്കുന്ന പോലെ ഉണ്ടാവുക. അത് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും വരാൻ പറ്റൂല. അത് മരണം വരെ ഉള്ളിൽ നിന്ന് പോകാത്ത അവസ്ഥയിൽ അനുഭവിക്കേണ്ടി വരും. ഇനി അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അങ്ങനെ ഉണ്ടാവുക. ഇപ്പൊ ഒരു ആണൊരു പെണ്ണോട് ഇഷ്ക് ബാധിച്ചു, ഇനി അത് ഹലാലായത് കല്യാണം കഴിച്ചാലും അത് അപകടം ഉണ്ടാവുക, കല്യാണം കഴിച്ചില്ലെങ്കിലും അപകടം ഉണ്ടാവുക.
കല്യാണം കഴിച്ചാൽ ആ ഇഷ്കിന്റെ ലോകത്തിൽ നിന്ന് ഫാന്റസിയിൽ നിന്ന് യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും അത് ബന്ധിപ്പിക്കാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചിലവരത് പ്രശ്നങ്ങളാവും, ചിലരത് സഹിച്ച് മുന്നോട്ട് പോകും. ഇനി അത് ഒഴിവാക്കിയാലോ, അത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ചിന്തയിൽ അവൻ ആ കൽബിൽ ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കേണ്ടി വരും. അതിൽ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു മാർഗം. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ഇത് കേൾക്കുന്ന, ഇപ്പോൾ സ്കൂളിലും കോളേജുകളിലും പഠിക്കുന്ന യുവാക്കൾ, മുസ്ലിങ്ങൾ എല്ലാവരോടും അതിന്റെ മാർഗത്തിൽ രക്ഷപ്പെടുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദൃഷ്ടി താഴ്ത്തിക്കൊണ്ടും സംഗീതങ്ങൾ ഒഴിവാക്കിയിട്ടും സിനിമകൾ ഒഴിവാക്കിയിട്ടും അതുപോലെയുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുന്ന ഒഴിവാക്കിയിട്ടും വിവാഹത്തിന് ധൃതി കാണിച്ചിട്ടും അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഹലാലിൽ പിടിച്ചു നിൽക്കലേ അതിന് നടക്കുകയുള്ളൂ. അപ്പൊ 3 മർത്തബകളിലാണ് ഇഷ്ക് ബാധിച്ച ആളുകൾ ഉണ്ടാവുക. മഖാമു ഇബ്തിദാഇഹി, ഒന്നാമത്തെ മഖാം എന്ന് പറഞ്ഞാൽ, തുടക്കക്കാരെന്ന് പറഞ്ഞാൽ, ഫൽവാജിബ് അലൈഹി, അവൻ ചെയ്യേണ്ടത്, ഫൽവാജിബ് അലൈഹി ഫീഹി മുദാഫഅതുഹു ബികുല്ലി മാ യഖ്ദിറു അലൈഹി ഇദാ കാന الوصول الى معشوقه متعذرا قدرا او شرعا. തുടക്കക്കാരനായ ഒരാൾക്ക് ഒരാളോട് ഇഷ്ക് തോന്നുക, അഥവാ ഇത് ലിവാസുമായി ബന്ധപ്പെട്ടിട്ടല്ല, ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ഇഷ്ക് തോന്നുക, അതിന്റെ തുടക്കക്കാരൻ ചെയ്യേണ്ടത് അവന്റെ കഴിവിന്റെ പരമാവധി അതിനെ എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ്. അത് പിടിച്ചു വെക്കാൻ, അത് അകറ്റാൻ, ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എപ്പോൾ അവന് ഹലാലായ രീതിയിൽ, അവനൊരു വിവാഹമായിട്ടുള്ള രീതിയിൽ അവന് ഇഷ്ക് ബാധിച്ച് ഒന്നിനെ കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല എങ്കിൽ അവൻ അതിനെ പിടിച്ചു വെക്കണം. ഇഷ്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നാമത്തെ പരിഹാരം ഒരു പുരുഷന് സ്ത്രീയോട് തോന്നിയിട്ടുണ്ടെങ്കിൽ വിവാഹം, നിക്കാഹാണ്. അതിനേക്കാൾ വലിയ ശിഫ അതിലില്ല. പക്ഷെ അത് സാധിച്ചോളണമെന്നില്ല, എപ്പോഴും പല കാരണങ്ങളും തടസ്സമായിട്ടുണ്ടാവും. അങ്ങനെ ഖദർ കൊണ്ടും ശറഅ് കൊണ്ടും അതിന് പറ്റുന്നില്ല എങ്കിൽ, ശറഅ് കൊണ്ട് പറ്റുന്നില്ല പറഞ്ഞാൽ ലിവാത്ത് പോലെയുള്ളത്, ഒരു പുരുഷനെ ഒരു പുരുഷനോട് ഇഷ്ടമായി തോന്നിട്ട് കല്യാണിക്കാൻ പറ്റൂല. അപ്പോൾ ശറഅ് കൊണ്ട് നടക്കൂല. ഖദർ കൊണ്ട് പറഞ്ഞാൽ ഒരു വേറെ പല കാരണങ്ങളും സാധിക്കുന്നില്ല. അത് സാധിക്കുന്നില്ല എങ്കിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ അവൻ അതിനെ പിടിച്ചു വെക്കണം, അതിലേക്ക് വീഴാൻ പോകരുത്, അതിൽ നിന്ന് അകറ്റി ഒഴിവാക്കണം. فإن عجز عن ذلك وباق قلبه إلا السفر إلى محبوبه. ഇനി അവന് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അവൻ രണ്ടാമത്തെ അവസ്ഥയിലെത്തും. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ക് ബാധിച്ച ആരോടാണോ അതിലേക്ക് അവൻ കൂടുതൽ അടുക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. വഹാദാ മഖാമു തവസ്സുത്ത് വൽ ഇന്തിഹാ, ഇതാണ് തവസ്സുത്തിന്റെ അവസ്ഥ. പിന്നെ അത് മുകളിലേക്ക് പോകും. ഫഅലൈഹി കിത്മാനു ദാലിക്, ഇവിടെ അവൻ ചെയ്യേണ്ടത് അത് മറച്ചു വെക്കുക എന്നുള്ളതാണ്. അവൻ പരമാവധി വേറൊരാൾ അറിയാതെ അത് മറച്ചു വെക്കണം. ഒരാളോട് ഒരു പെൺകുട്ടിയോട്, സ്ത്രീയോട് ഒരാൾക്ക് ഇഷ്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവനത് വേറൊരാളോട് പറയാതെ അത് മറച്ചു വെക്കണം. അവര് പോലും അറിയാതെ മറച്ചു വെക്കാൻ അവൻ അതിൽ നിന്ന് മാറാൻ പരമാവധി ശ്രമിക്കണം. വല്ലാ യുഫ്ശിയഹു ഇലൽ ഖൽഖ്, ഒരാളെയും അത് അറിയിക്കരുത്. വലാ യുശബ്ബിബ ബിഹ്മൂബിഹി വയഹ്തികഹു ബൈനന്നാസ്, അവൻ അത് അറിയിച്ചിട്ട് അവന്റെ ആരോടാണോ ഇഷ്ക് ബാധിച്ചിട്ടുള്ളത് അതിനെ വെളിവാക്കുന്ന അവസ്ഥ അവനുണ്ടാകരുത്. കാരണം അത് ശിർക്കും ദുൽമും ഒരുമിച്ച് ചെയ്യുന്ന അവസ്ഥയായിരിക്കും. ഒന്ന്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ വേറൊരാളോട് ഹറാമായതിന് സ്നേഹം ഉണ്ടായി, അത് ശിർക്കിന്റെ ഭാഗമായിട്ട് മാറും. 2, നമ്മൾ അയാളോട് ചെയ്യുന്ന ദുൽമായിരിക്കും. ചിലപ്പോ അയാളിത് അറിയാത്ത ആളായിരിക്കും, അല്ലെങ്കിൽ വേറെ രീതിയിലായിരിക്കും. പക്ഷെ ആളുകൾക്കിടയിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ മുമ്പിൽ ആരാണോ മാഷൂക്ക് അതിനെക്കുറിച്ച് പിന്നെ തെറ്റായി പറയുന്നതും ചില സാഹചര്യങ്ങൾ വെച്ച് പല ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി. ഒരു ഉദാഹരണം കൊടുക്കുകയാണ്. എന്റെ അപകടം പറഞ്ഞു കഴിഞ്ഞാല്, ആയിഷ റളിയല്ലാഹു അൻഹയോട് വ്യഭിചാരോപണം ഉണ്ടായ സംഭവം. ആ സംഭവത്തിൽ സ്വഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവും ആയിഷ ബീവിയും ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് എന്തുണ്ടായത്, ആ ആരോപണം ഉണ്ടായത്. യാത്രയിൽ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ആ ആരോപണം ഉണ്ടായത്. അപ്പോ ഇഷ്ക് ഒരാളോട് ബാധിച്ച് നമ്മൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തെ കുറിച്ച് ആളുകൾ എന്തുണ്ടാക്കും, ഇതുപോലെ പലതും പറഞ്ഞു പരത്തുന്ന, അത് പിന്നീട് വലിയ അപകടമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, والمقصود أن في إظهار المبتلى عشق من لا يحل له الاتصال به من ظلمه وذاه ما هو عدوان عليه وعلى أهله. അപ്പൊ അവനെ ഒരാളോട് ഇഷ്ക് ബാധിച്ചിട്ട് അത് ഹറാമായ രീതിയിലാണെങ്കിൽ അതിങ്ങനെ പ്രചരിപ്പിച്ച് നടക്കുക എന്നുള്ളത് ആ മഅശൂക്കിനോടും അതിന്റെ കുടുംബക്കാരോടും എല്ലാം ചെയ്യുന്ന ദുൽമാണ്. ആളുകളെല്ലാം അത് സത്യപ്പെടുത്തി ആളുകളെല്ലാം അത് പറഞ്ഞു വരുത്തുന്ന അവസ്ഥയിലുണ്ടാകും. അത് പിന്നീട് വ്യാപിച്ച് വലിയൊരു അപകടത്തിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്കാണ് ഉണ്ടാവുക. ഇനി ചില ആളുകൾ ചില ആളുകൾ ദയ്യൂസായിട്ട് പണിയെടുക്കും.
ഒരാൾക്ക് മറ്റൊരു പെണ്ണോട് ഇഷ്ക് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ അതിനെ സഹായിക്കുന്ന ആളുകളായിട്ട് ചില ആളുകളുണ്ടാവും. അവർ ദയ്യൂസുകളാണ്. ദയ്യൂസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഗൈറത്തില്ലാത്ത ആളുകൾ. ഒരു സ്ത്രീയെ മറ്റുള്ളവർ അവരുടെ കീഴിലുള്ള സ്ത്രീകളെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന ആളുകൾ ദയ്യൂസ് എന്ന് പറയാം. ആ പണിയെടുക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള ഇഷ്ക് ബാധിക്കുമ്പോണ്ടാവും. ഇപ്പോൾ ധാരാളം സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആ ചെയ്യുന്ന പണി എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കോപമുണ്ടാക്കുന്ന, വലിയ നാശമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഇതിന്റെ ഒരു അപകടം നിറഞ്ഞ അവസ്ഥയിൽ എത്തിയുള്ള കാര്യം പറയാണ്. ഇത് നമ്മുടെ നാളുകളിൽ ഒരുപാട് ബന്ധിപ്പിക്കാവുന്ന കാര്യമാണ്. ഇബ്നു ഖയ്യിം പറയാണ്, വകം മിൻ ഖതീലിൻ തുല്ല ദമുഹു ബിഹാദ സബബ മിൻ സൗജിൻ വസയ്യിദിൻ വഖരീബിൻ. എത്ര ആളുകളാണ് ഈ മാരകമായ രോഗം ബാധിച്ച്, ഈ കാരണം ബാധിച്ച് അവരുടെ ഇണകളെയും അല്ലെങ്കിൽ അവരുടെ സയ്യിദിനെയും എല്ലാം രക്തം ചെയ്യുന്ന അവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. ഒരു പെണ്ണ്, ആ പെണ്ണിന് ഭർത്താവ് ഉണ്ടായിരിക്കെ വേറൊരു ഇഷ്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഇതിന് തടസ്സമായിട്ട് ഭർത്താവ് ഉണ്ടാവുക, അങ്ങനെ ഭർത്താവിനെ കൊല്ലുന്ന അവസ്ഥ നമ്മൾ എത്രയോ വാർത്തകൾ കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. وكم حببت امرأة على بعلها وجارية وعبد على سيدهما وقد لعن رسول الله صلى الله عليه وسلم من فعل ذلك وتبرأ منه وهو من أكبر الكبائر. ഇതുപോലെ എന്തുണ്ടാകും, പിന്നെ ഒരു ഭർത്താവുള്ള ഭാര്യ അല്ലെങ്കിൽ അന്ന് കാലത്ത് യജമാനന്റെ അടിമ, ഇവർ രണ്ടുപേരെ തെറ്റിക്കാൻ വേണ്ടി ഇഷ്ക് കാരണമായി മാറും. എന്നിട്ട് പറയാണ്, ഇപ്പൊ ദീനില് ഒരു പെണ്ണിനെ വിവാഹം അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ വേറെ അതിന്റെ തീരുമാനമാകുന്നത് വേറൊരു മുസ്ലിമായ സഹോദരനെ പെണ്ണിനെ വിവാഹം അന്വേഷിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അതുവരെ തെറ്റായിട്ടുള്ള ഈ ദീനിൽ ഒരു പെണ്ണിനോട് ഒരാൾക്ക് ഇഷ്ക് തോന്നിയിട്ട് ആ പെണ്ണിന് വേറെ ഭർത്താവ് ഉണ്ടായിരിക്കും, എന്ത് ചെയ്യും? ആ ഭർത്താവിനെയും ഈ പെണ്ണിനെയും തെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അങ്ങനെ. നമ്മൾ പല വാർത്തകൾ കേൾക്കുന്നതാണ്. ഈ പെണ്ണിനെയും ഭർത്താവിനെയും തെറ്റിച്ചാലാണ് എന്തുണ്ടാവുകയുള്ളൂ, ഇവരെ ഇഷ്ക് പിന്നെ നേടിയെടുക്കാൻ പറ്റുള്ളൂ, മാഷൂക്കിനെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ പല തരത്തിലാക്കുന്നത് കാണാം. ഇനി ഇതുപോലെയുള്ള അവിഹിത ബന്ധങ്ങളിൽ തുടരുന്ന ആളുകൾ, അതായത് വേറൊരു ഭർത്താവുള്ള ഒരു സ്ത്രീയുമായിട്ട് ഇങ്ങനെ ഇഷ്ക് ബാധിച്ച് ഇതുപോലെയുള്ള ബന്ധം തുടരുന്ന ആളുകൾ, ദയ്യൂസുകളാണ്. അവർക്കതൊരു ചിന്മയായിട്ട് കാണൂല, അവർക്ക് ചിന്മയായിട്ട് കാണാൻ സാധിക്കില്ല. അവന് മഅശൂഖായിട്ടുള്ള ഒരു പെണ്ണിനോട്, ആ പെണ്ണിന് വേറെ ഭർത്താവ് ഉണ്ടെങ്കിലും യജമാൻ ഉണ്ടെങ്കിലും എന്നാലും അവനൊരു പ്രശ്നം ഉണ്ടാവില്ല. അവനെ ആ ഇഷ്കിനെ മുന്നോട്ട് വെക്കും. അതായത് ഇപ്പൊ ഗൈറത്ത് ബാധിച്ച ഒരാൾക്ക് ഒരു പെണ്ണിനോട് ഇഷ്ക് വന്ന് വിചാരിക്കുക, ആ പെണ്ണിന് വേറൊരു ഭർത്താവ് ഉണ്ട് വിചാരിക്കുക, അവന്റെ ഗൈറത്ത് തന്നെ മതിയായിരിക്കും ആ ബന്ധം അവസാനിപ്പിക്കാൻ. കാരണം അവനെ ഇഷ്ക് ഒഴിവാക്കാൻ തനിക്കിഷ്ടപ്പെട്ട ഒന്നിൽ വേറൊരാൾ പങ്കുചേരുന്നുണ്ട്, തനിക്കിഷ്ടപ്പെട്ട ഒന്ന് വേറൊരാളുടെ കിടപ്പറയിലൊപ്പമുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്ന ഗൈറത്തുള്ള ഒരുത്തിന് അവനത് ഒഴിവാക്കുന്നതായിരിക്കും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ എളുപ്പമുള്ളത്. എന്നാൽ ഗൈറത്തില്ലാത്ത ദയ്യൂസുകൾക്ക് അവന് ഇഷ്ടപ്പെട്ട ഒന്നിൽ എത്ര ആള് പങ്കുചേർന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നായും സിംഹവും പോലെ ആയിരിക്കും. സിംഹം വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിലൊരു നായ വന്നാ വെള്ളം കുടിച്ച സിംഹം ആ വെള്ളം കുടിക്കാൻ പോവില്ല, സിംഹം ആ വെള്ളം കുടിക്കാൻ പോവില്ല. പക്ഷെ നായ്ക്കൾ അങ്ങനെയല്ല, നായ്ക്കൾ എന്തും അത് ആരുടെ ഇച്ചിരി വേണമെങ്കിലും തിന്നുകൊണ്ടിരിക്കും. അപ്പൊ ഗൈറത്തുള്ള ഒരു പുരുഷൻ അത് മാത്രം മതി, അവന് അത് മാത്രം മതി ആ ഒരു ഹറാമായിട്ടുള്ള രീതിയിൽ ബന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇനി പോട്ടെ, ഇനി ഭർത്താവുള്ള അല്ലെങ്കിൽ ഉപ്പയും ഉമ്മയുള്ള വേറൊരു പെണ്ണിനെ അല്ലെങ്കിൽ ആ രീതിയിൽ ഇഷ്ക് ബാധിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന അപകടത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. എത്ര വലുതാണെന്നറിയോ? ലാ യസ്ഖുതു ഹഖ്ഖുൽ ഗൈരി ബിത്തൗബതി മിനൽ ഫാഹിഷ. ഇപ്പൊ വേറൊരാളുടെ മകളുമായിട്ട് അല്ലെങ്കിൽ വേറൊരാളുടെ ഭാര്യയുമായിട്ട് ഇതുപോലെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യഭിചരിക്കുന്ന ഒരാൾ വിചാരിക്കുക, അവന്റെ തൗബ കൊണ്ട് അള്ളാഹുവിനോടുള്ള ബാധ്യത വീട്ടിയാലും വേറെ കുറെ ബാധ്യതകൾ വീടാതെ കിടക്കും. സൃഷ്ടികളോടുള്ള ബാധ്യത അവിടെ വീടില്ല. അപ്പൊ അങ്ങനെ ഒരാള് ഒരു തിന്മ ചെയ്തു വിചാരിക്കാം, ഒരു ഭർത്താവുള്ള ഒരു ഭാര്യയുമായിട്ട് വിചാരിച്ചു വിചാരിക്കാം. അള്ളാഹിനോട് തൗബ കൊണ്ട് ചിലപ്പോൾ അള്ളാഹിനോടുള്ള ബാധ്യത അവന് വീട്ടിൽ കിട്ടും, പക്ഷേ മറ്റു സൃഷ്ടികളോട് കുറച്ച് ബാധ്യത ഉണ്ട്. അപ്പൊ ഒരു മാഷൂക്കായിട്ടുള്ള ഒരു പെണ്ണിന്റെ ഉപ്പാനോടും ഉമ്മാനോടും അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ഭർത്താവിനോട് അവരോടുള്ള ബാധ്യത പരലോകത്തെ വീട്ടിൽ കിട്ടുള്ളൂ. തൗബ ചെയ്താൽ കൂടി തീർന്നു കിട്ടൂല. അള്ളാഹിനോടുള്ളത് തീർന്നു കിട്ടിയാലും ഇത് തീർന്നിട്ടൂല. ഒരു ഉപ്പാന്റെ മകളോട് ആ മകളോടൊരു ദുൽമ ചെയ്യണം, അഥവാ ഇതുപോലെ ഒരു ഇഷ്കോ അല്ലെങ്കിൽ വ്യഭിചാരോ ആവുകയാണെങ്കിൽ
ആ ഉപ്പാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമാണ്. ആ ഉപ്പാനോട് നേരിട്ട് നമ്മൾ ഒരു കത്തിയെടുത്ത് കുത്തി വിചാരിക്കുക. അതിനേക്കാൾ വലിയ ദുൽമാണ് ആ അദ്ദേഹത്തിന്റെ മകളോട് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു പെണ്ണിനോട് നമുക്ക് ഇഷ്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തെറ്റായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ കുട്ടിക്ക് ഒരു ഉപ്പുണ്ടാവും, ഉപ്പാന്റെ കീഴിലുണ്ടാവുമല്ലോ ആ കുട്ടി. ആ ഉപ്പാനോട് നേരിട്ട് ചെയ്യുന്നതിനേക്കാൾ വലിയ ദുൽമാണ് നമ്മൾ ചെയ്യുന്നത്. فظلم الزوج بإفساد حبيبه والجناية عليه فراشه وأعظم من ظلمه بأخذ ماله كله. ഒരു ഭർത്താവിന്റെ ഭാര്യയെ, അവന്റെ കിടപ്പറ പങ്കിടുന്ന ഒരു ഭാര്യയെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇതുപോലൊരു ബന്ധവുമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ഒരു വ്യഭിചാരമോ അല്ലെങ്കിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവന്റെ സമ്പത്ത് മൊത്തം കട്ടെടുക്കുന്നതിനേക്കാൾ വലിയൊരു ദുൽമാണ് അവനോട് ചെയ്യുന്നത്. അവന്റെ സമ്പത്ത് മൊത്തം നമ്മൾ കട്ടെടുത്ത് വിചാരിക്കുക, അതിനേക്കാൾ വലിയ ദുൽമാണ് അവന്റെ ഭാര്യയുമായിട്ട് ഇതുപോലെ ഒരു രീതിയിൽ അല്ലെങ്കിൽ അവന്റെ രക്തം ചെയ്യുന്നതിനേക്കാൾ വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയാണ് അതിന്റെ പരലോകത്തുള്ള അപകടം കൂടി പറയാണ്. ഇവിടെ അവരാ മ്ലേച്ഛത ചെയ്തു എന്നതിനേക്കാൾ വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അവരാ തിന്മ ചെയ്തു എന്നുള്ളതായിട്ട് വലിയ ദുൽമാണ്. ഇനി അവൻ ഇതുപോലെയുള്ള ഒരു ബന്ധം വെച്ചിട്ടുള്ള ഭാര്യ എന്നുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു പോയിട്ടുള്ള ഒരു പുരുഷന്റെ ആണെങ്കിൽ, അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിന് പോയ ഒരാൾ, അയാളുടെ ഭാര്യയുമായിട്ടാണ് ഇവൻ ഇതുപോലെയുള്ള ഒരു ബന്ധമോ അല്ലെങ്കിൽ വ്യഭിചാരമോ നടന്നിട്ടുള്ളത് എങ്കിൽ നാളെ പരലോകത്തിൽ രണ്ടാളുകളെയും വിളിക്കും. യുദ്ധത്തിന് പോയ ആളെയും വിളിക്കും, ഇവന്റെ ഭാര്യനെ ഫസാദാക്കിയ ആളെയും വിളിക്കും. എന്നിട്ട് ഈ യുദ്ധത്തിന് പോയ ആളോട് പറയും, ഖുദ് മിൻ ഹസനാതിഹി മാ ശിഅത, ഇവന്റെ നന്മയിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നതൊക്കെ എടുത്തോളാൻ പറയും. ഇവന്റെ നന്മയിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നതൊക്കെ എടുത്തോളാൻ പറയും. അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സഹാബികൾ ചോദിച്ചു, ഫമാ വന്നുക്കും, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അതായത് പരലോകത്ത് സ്വന്തം മക്കളെയും ഭാര്യയും കുട്ടികളും ഒന്നും വേണ്ടി വരില്ല. ആ ഒരു അവസ്ഥയിൽ വേറൊരാളുടെ നന്മക്ക് എടുത്തോന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബാക്കി വെക്കുവോ? ഒന്നും ബാക്കി വെക്കൂല. അപ്പൊ ദുനിയാവിലെ ഒരു ആസ്വാദനത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ സഹോദരങ്ങൾ, നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെ എല്ലാം ആയിരിക്കും. അത് പറയുന്നത് നമ്മുടെ നാടുകളിൽ വളരെയധികം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. കാരണം അത്ര സൗകര്യങ്ങളാണ് നമ്മുടെ ഈ മൊബൈൽ കൊണ്ടും ചാറ്റിംഗ് കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടുമെല്ലാം ദീനിൽ മുഴുകുന്ന ആളുകൾക്ക് പോലും അനുഭവിക്കുന്ന, സാധാരണക്കാർക്ക് പറയണ്ട, അത്രയും അപകടങ്ങളിൽ വീണു പോകുന്ന ഒരു കാര്യമാണിത്. അതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കണം. പരലോകം മുഴുവൻ നശിക്കും. നമ്മൾ നശിക്കും. നമ്മുടെ നന്മകളൊക്കെ ഒരാൾ എടുത്തുകൊണ്ടാണ് ആലോചിച്ച് നോക്കി. ഏറ്റവും ആവശ്യം നമുക്ക് നന്മകളായിരിക്കും. അവിടെ നമ്മുടെ നന്മകളൊക്കെ ഒരാൾ എടുത്തോണ്ട് ആലോചിച്ച് നോക്കി. ഇനി അവിടെ നിന്നോ? ഇല്ല. ഇതിന്റെ അപകടം കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്ന അവസ്ഥയുണ്ടാവും. ഒന്ന് അയൽവാസിയുടെ ഭാര്യയുമായിട്ടാണെങ്കിൽ വലിയ ഗൗരവമാണ്. ഇനി രക്തബന്ധമുള്ള ഒരാൾ, കുടുംബത്തിലുള്ള ഒരാളുടെ ഭാര്യയുമായിട്ടാണ് ഇതുപോലെയുള്ള ഒരു ബന്ധമെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്നതാവും. അത് സ്വർഗത്തിൽ കിടക്കും തോന്നുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മി, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വലാ മിൻ ലാ യഅ്മൻ ജാറുഹു ബവാഖഹു, തന്റെ അയൽവാസി തന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാത്തവനും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അപ്പൊ ഇത് ഭയങ്കര അപകടമുള്ള കാര്യമാണ്. ഇതിലേക്കുള്ള വഴികളെ എല്ലാ രീതിയിലും അടക്കണം. ഇനി ചില ആളുകൾ ഇതിന്റെ പരിധിയും വിട്ടിട്ട് ഈ ഭാര്യയും ഭർത്താവും, തനിക്ക് മാഷൂക്കായിട്ടുള്ള സ്ത്രീ ഉണ്ടെങ്കിൽ അതിന്റെ ഭർത്താവിന് തെറ്റിച്ചാലല്ലേ ഇവനെ കിട്ടുള്ളൂ, ഇവന്റെ മാഷൂക്കിനെ. അതിനു വേണ്ടി സിഹർ ചെയ്യും. അല്ലെങ്കിൽ ഈ സ്ത്രീകൾ പോയിട്ട് ഭർത്താവ് പോകാൻ വേണ്ടിയിട്ട് സിഹർ ചെയ്യും. അല്ലെങ്കിൽ തനിക്ക് മാഷൂക്കായിട്ടുള്ള ആളെ കിട്ടാൻ വേണ്ടി സാഹിറന്മാരുടെ അടുത്ത് പോകും. ധാരാളമുള്ളത് അതിനായിട്ട് നടക്കുന്ന സാഹിർമാരുണ്ട്. ഭാര്യയും ഭർത്താവിനും തെറ്റിക്കുക എന്നുള്ളത് സിഹറിന്റെ അടിസ്ഥാനം. കാത്തുഫും ഉണ്ടാവും, അതുപോലെ തന്നെ സ്വർഫും ഉണ്ടാവും. അടുപ്പിക്കാനും ഉണ്ടാവും, തെറ്റിക്കാനും ഉണ്ടാവും. ഭാര്യയും ഭർത്താവിനും തെറ്റിക്കാനുള്ള സിഹർ ഉണ്ടാവും, ഒരാളെ നമ്മളിലേക്ക് അടുപ്പിക്കാനുള്ള സിഹറും ഉണ്ടാവും. ഇത് സിഹറിലേക്ക് പോകും. സിഹർ ചെയ്യും തനിക്ക് ആഗ്രഹമുള്ളത് ലഭിക്കാൻ വേണ്ടി. കാരണം ഇഷ്ക് ബാധിച്ചാൽ അവന് പിന്നെ ഒന്നും കാണൂല. അവന്റെ മാഷൂക്ക് കിട്ടുക എന്നല്ലാതെ അവന് വേറെ വഴി ഉണ്ടാവില്ല. അപ്പൊ അതിനെന്ത് മാർഗം നോക്കും? അവൻ സാഹിറന്മാരെ കാണും, ഷെയ്ത്താന്റെ സഹായം ഉപയോഗിച്ച് സിഹർ ചെയ്ത് അത് നേടിയെടുക്കാൻ നോക്കും. അവന്റെ അവസ്ഥ എന്തായിരിക്കും? കുഫറിലായിക്കൊണ്ട് അവന്റെ എല്ലാവിധ നാശത്തിനോട് കൂടിയിട്ട് നശിക്കുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. ഇങ്ങനെ പല രീതിയിൽ ഈ ഇഷ്ക് അവനെ നശിപ്പിച്ചു കളയും. ഇനി ഇൻഷാ അല്ലാഹ് ഇതിന്റെ മറ്റു ചില ദോഷങ്ങൾ കൂടി പറയുന്നുണ്ട്. അടുത്ത് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മെ നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുകയും അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.